നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. സുനിക്ക് കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ സുരക്ഷയെയും സ്വകാര്യതയെയും ബാധിക്കരുതെന്നും പ്രോസിക്യൂഷൻ. പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. അതിന് എന്താണ് തെളിവെന്ന് കോടതി തിരിച്ചു ചോദിച്ചു. പൾസർ സുനി സാക്ഷികളെ ഒന്നും കാണരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. സുനിയുടെ അമ്മയും ഒരു സാക്ഷിയാണ്, അമ്മയെ പോലും കാണരുതെന്നാണോ പറയുന്നതെന്നും കോടതി തിരിച്ചു ചോദിക്കുന്നു. വിവരങ്ങളുമായി അൽ അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അൽ അമീൻ, വാദം എങ്ങനെ പുരോഗമിക്കുന്നു കോടതിയിൽ? സുജിയായി ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് കേസിലെ പ്രതിയായ പൾസർ സുനിയെ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാക്കിയത്. പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാട് കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ വേണമെന്നുള്ളതായിരുന്നു. അത് ആവർത്തിച്ച് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനോട് ഒരു അനുകൂല നിലപാട് കോടതി ആദ്യഘട്ടങ്ങളിൽ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം പരിഗണിച്ചും അതുപോലെ തന്നെ ഇരയുടെ അതിജീവിതയുടെ സുരക്ഷയും സ്വകാര്യതയും കണക്കിലെടുത്തും പൾസർ സുനിക്ക് കടുത്ത ജാമ്യവ്യവസ്ഥകൾ വേണമെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. ഈ പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് അതിജീവിതയുടെ സ്വകാര്യതയോ സുരക്ഷയോ ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ളതായിരുന്നു ആദ്യം കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യവസ്ഥകൾ വയ്ക്കാൻ കഴിയുമെന്നൊരു മറു ചോദ്യമാണ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത്. സാധാരണ വ്യവസ്ഥകൾക്കപ്പുറം പ്രത്യേകമായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാനുണ്ടോ എന്നൊരു ചോദ്യം കൂടി പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് പൾസർ സുനിയുടെ ജീവനും ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ പൾസർ സുനിയുടെ ജീവനും സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് എന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ജീവന് ഭീഷണിയുണ്ട് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊരു മറു ചോദ്യം പിന്നെയും കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ഒരു പോലീസിൻ്റെ ഒരു സംരക്ഷണം ഈ പ്രതിക്ക് നൽകണമെന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അന്നേരം കോടതി പറഞ്ഞത് ഒരു പൗരന് സുരക്ഷ ഉറപ്പാക്കേണ്ടത്, ജീവൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസാണ്. അതിന് ഈ പറഞ്ഞതുപോലെ എന്നും കോടതിയിൽ എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഹാജരാകണം പ്രതി എന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് കോടതി ഇത്തരമൊരു ചോദ്യം ചോദിച്ചത്. അങ്ങനെ പ്രതിയുടെ സുരക്ഷ അല്ലെങ്കിൽ ഒരാളുടെ സുരക്ഷ, ജീവൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ബാധ്യതയാണ്, പോലീസിൻ്റെ ബാധ്യതയാണ്. അതിന് പ്രതി തന്നെ അല്ലെങ്കിൽ ജീവന് ഭീഷണി നേരിടുന്നയാൾ തന്നെ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തി എന്നൊരു മറുചോദ്യം കൂടി കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചതാണ്. ജാമ്യവ്യവസ്ഥ തീരുമാനിക്കുക എന്നുള്ളത് മാത്രമാണ് വിചാരണ കോടതിയുടെ അധികാരം. അതിനപ്പുറത്തേക്ക് മറ്റു കടുത്ത നിർദ്ദേശങ്ങളിലേക്ക് പോകാനാവില്ല, അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലടക്കം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാവില്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ സാക്ഷികളെ ഒരു തരത്തിലും പ്രതി കാണാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ സുനിയുടെ അമ്മയും ഒരു സാക്ഷിയാണല്ലോ, അപ്പോൾ അമ്മയെപ്പോലും കാണാൻ പാടില്ല എന്നുള്ളതാണോ പ്രോസിക്യൂഷൻ്റെ നിലപാട് എന്നതടക്കമുള്ള മറുവാദങ്ങൾ കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കടുത്ത ഒരു നിരീക്ഷണവും നിയന്ത്രണവും പൾസർ സുനിക്ക് മേൽ ഉണ്ടാകണമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും നിലവിലെ ഘട്ടത്തിൽ ഈ വിചാരണ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഇതുവരെ പുരോഗമിക്കുമ്പോഴും അതിനോട് അനുകൂലമായൊരു നിലപാട് ഈ ഘട്ടം വരെയും സുജിയ കോടതി സ്വീകരിച്ചിട്ടില്ല. ഇതിലും വാദം പുരോഗമിക്കുകയാണ്. എന്ത് നിലപാട് ഇക്കാര്യത്തിൽ കോടതി സ്വീകരിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. കടുത്ത നിയന്ത്രണങ്ങൾ സുനിക്ക് മേൽ ഉണ്ടാകുമോ, കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാകുമോ, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിന്, പ്രതികരിക്കുന്നതിന്, മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നതിനൊക്കെ ഒരു നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ല എങ്കിൽ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനോ മാധ്യമങ്ങൾ അഭിമുഖീകരിക്കാനോ ഒക്കെ പൾസർ സുനി തയ്യാറാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഏറെ പ്രധാനമാണ്. ഏതായാലും കോടതിയിൽ ഇപ്പോഴും വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ. ഇതിനിടെ പ്രോസിക്യൂഷൻ പ്രധാനമായി പറഞ്ഞത് പൾസർ സുനിക്ക് ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് പോലീസിൻ്റെ സുരക്ഷ ഒരുക്കണമെന്നുള്ളതായിരുന്നു. അതിനെന്ത് തെളിവ് എന്നുള്ളതാണ് കോടതി മറുത്തു ചോദിച്ചത്. സാക്ഷികളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സാക്ഷിയായ അമ്മയെപ്പോലും കാണാൻ പാടില്ല എന്നുള്ളതാണോ പ്രോസിക്യൂഷൻ നിലപാട് എന്നൊരു മറുചോദ്യം കൂടി കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും വിചാരണ കോടതിയായ തിരുവനന്തപുരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വാദം തുടരുകയാണ്. സുജ. ഓക്കെ അൽ അമീൻ, ഞാനൊന്ന്